നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 6 രാശിക്കാർക്ക് ഗജകേസരി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ട്. ഞാൻ ടൈറ്റിലിൽ പറഞ്ഞേക്കുന്നത് 4 എണ്ണമാണ്. എങ്കിലും 2 രാശിക്കാർക്ക് ഒരു പരിധി വരെ നേട്ടമുണ്ടാവും. അപ്പോൾ ചന്ദ്രനും വ്യാഴം കൂടി യോഗം ചെയ്യുന്നു. മിഥുനം രാശിയിൽ ഏപ്രിൽ 21 ഉച്ചയ്ക്ക് 1 മണി PM മുതൽ ഏപ്രിൽ 23 ഉച്ചയ്ക്ക് ശേഷം 3:13 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 6 രാശിക്കാരാണ്. അതിൽ 3 രാശിക്കാർക്ക് അത്യധികം നേട്ടവും 1 രാശിക്ക് ഗുണാധിക്യവും 2 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള രീതിയിൽ ഭാഗികമായിട്ട് അവർക്ക് നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ 6ാം സ്ഥാനം നിങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് 5ാം ഭാഗത്തിൽ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ പൂർവ്വപുണ്യസ്ഥാനത്ത്, അതായത് പിതാവിനും സന്താനങ്ങൾക്കുമൊക്കെ ശ്രേയസ്സുണ്ടാവും, പിതൃഗുണം ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം, പിന്നെ ഇവർക്ക് ദാമ്പത്യ ജീവിതം ശോഭനമാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. എങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യങ്ങൾ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട്, കൂടാതെ 3 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുംഭൻ രാശിക്ക് ഈ ഗജകേസരി യോഗം ഉണ്ടാകുന്നതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല, സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പൊലിമ ഉണ്ടാവില്ല. എങ്കിലും പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവർക്ക് നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും, ഈ പറഞ്ഞ നേട്ടങ്ങൾ. ഓക്കെ. അതുകൂടാതെ ഇവർക്ക് സൂര്യൻ ഇപ്പോൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടവും എടുത്തു പറയേണ്ടാത്ത കാര്യങ്ങളാണ്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം പൂര ഉത്തര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 11ാം ഭാവത്തിൽ അവസാനത്താണ് ചന്ദ്രനും വ്യാഴവും കൂടി യോഗം ചെയ്യുന്നതെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ കൊണ്ട് ഇതിൻ്റെ നേട്ടങ്ങൾ കുറയും. അതായത് അഷ്ടമത്തിൽ ചൊവ്വയും ശനിയും കൂടെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പാപഗ്രഹങ്ങൾ 2 പ്രതികൂലമായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഗജകേസരി യോഗത്തിൻ്റെ ഒരു പൂർണ്ണ ഫലം ഇവർക്ക് ലഭ്യമാവില്ല. എങ്കിലും ഒരു പരിധിവരെ നേട്ടങ്ങളുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം ഇവയൊക്കെ ഉണ്ടാവും. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് 4ാം സ്ഥാനം കിട്ടുന്ന രാശി ധനുരാശിയാണ്. മൂലപൂരാട ഉത്രാട ആദ്യപാദം. ഇവർക്ക് 7ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിതം ഗുണകരമാവും, നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഇവർക്ക് സർപ്പവും ശിഖിയും അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ഇവർക്ക് ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നേട്ടങ്ങൾ അത്യാവശ്യം ഒന്ന് കുറയും. എങ്കിലും ഒരു വലിയ അളവ് വരെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൗതിക സുഖങ്ങൾ, ദാമ്പത്യ വിജയം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇതൊക്കെ ഉണ്ടാവും. പൊതുവെ
ധനുരാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇനി ഞങ്ങൾ പറയുന്ന 3 രാശിക്കാർക്കും അത്യധികം ഗുണാധിക്യമുള്ള സമയങ്ങളാണ്. ഏകദേശം തുല്യമായ ഒരു ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ ഒന്നാമത് ഞങ്ങൾ പറയുന്നത് തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് 9ാം ഭാവത്തിലാണ്, ഭാഗ്യസ്ഥാനത്താണ് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. എങ്കിലും ചന്ദ്രൻ അവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, എങ്കിലും വ്യാഴം അത്യധികം ഗുണാധിക്യം നേടിക്കൊടുക്കുന്നു ഇവർക്ക്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. തീർച്ചയായിട്ടും അവർക്ക് മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം ആനുകൂല്യം കൊണ്ട് ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ പറഞ്ഞ കാലയളവ്. 21-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 23-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:13 PM വരെ. ഓക്കെ. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും അത്യധികം ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും വ്യാഴവും ശനിയും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ, അതായത് ടോട്ടൽ ഏകദേശം 7 ഗ്രഹങ്ങളുടെ ഒരു ഡയറക്റ്റായിട്ടുള്ള അനുകൂലമായ ഭാവം കൊണ്ട് നേട്ടമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനവും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഗജകേസരി യോഗം മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യം കൊണ്ട് ഇവർക്ക് അത്യധികം ഗുണാധിക്യം നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും ഇടവൻ ലഗ്നത്തിനും ഓക്കെ ഇവർക്ക് ധനഭാവത്തിലാണ്, 2ാം ഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ധനവരവ്, വിവിധ സ്രോതസ്സിൽ നിന്ന് ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, വാഹനലാഭം ഇവയൊക്കെ ഉണ്ടാവും. മറ്റ് ഗ്രഹങ്ങളുടെ ആനുകൂല്യം കൊണ്ട് ഇവർക്ക് അത്യധികം ഗുണാധിക്യം നമുക്ക് ഊഹിക്കാം. പിന്നെ തീർച്ചയായിട്ടും ചൊവ്വ, വ്യാഴം, ശനി ഇവയുടെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിരവധി നേട്ടങ്ങൾ ഇവരെ കാത്തു നിൽക്കുന്ന ദിവസങ്ങളാണ് ഇത്. അപ്പോൾ വെളിച്ചശാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.